അവിടെ വെച്ച് പ്രവാചകനോട് ഈ മാലാഖമാർ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങയെ കല്ലെറിഞ്ഞ ആളുകളെ മലകൾ കൂട്ടിയിടിച്ച് കൊന്നുകളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, അയ്യോ അരുത്, അവരൊന്നും ശത്രുക്കളല്ല, അജ്ഞരാണ്, അറിവില്ലായ്മ കൊണ്ട് അവര് ചെയ്തതാണ്. നാളെ എൻ്റെ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടുന്ന മിത്രങ്ങളാണ് അവർ. ഇതാണ് കാഴ്ചപ്പാട്, അല്ലാതെ ശത്രുതയൊന്നുമില്ല. ഞാൻ ഈ വർഗശത്രു എന്ന് പറയുന്ന ആശയത്തിന് എതിരായി മാറാനുള്ള കാരണം ഈ പ്രവാചകൻ്റെ ഈ കാഴ്ചപ്പാടാണ്. വർഗശത്രു ഉണ്ടാകാൻ പാടില്ല. നമ്മളോട് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളോട് വിയോജിക്കുകയും പിന്നീട് നമ്മളോട് എപ്പോഴെങ്കിലും യോജിക്കുകയും ചെയ്യുന്ന മിത്രങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടൂ. ശത്രുതയിലൂടെ, പകയിലൂടെ ലോകത്തെ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സന്ദേശങ്ങൾ അയക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുകയാണ് ചെയ്തത് എന്നുകൂടി നമ്മൾ പഠിക്കണം. ആ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. എന്തുമാത്രം അരക്ഷിതമായിരുന്നു സമൂഹം എന്നാണ്. അതിനൊക്കെയാണ് മാറ്റിയെടുക്കേണ്ടത്. എനിക്ക് ഏറ്റവും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത് അത് ബിലാലുമായിട്ടുള്ള പ്രവാചകന്റെ അത്യസാധാരണമായ സൗഹൃദമാണ്. ഈ ബിലാൽ എന്ന് പറയുന്നത് അല്ലേ, വളരെ അരക്ഷിതനായിട്ടൊരു അടിമയാണ്. ആരും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. പക്ഷേ ബിലാലിന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാമായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടുക. അക്ഷരശുദ്ധിയൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കണ്ഠം അല്ലേ, അതിന്ന് പൊഴിയുന്ന വാക്കുകളുടെ സംഗീതം, അത് തിരിച്ചറിഞ്ഞ ആളായിരുന്നു പ്രവാചകൻ. അതുകൊണ്ട് ഞാൻ പ്രതീകാത്മകമായി പറയുന്നത്, പൊന്നിൻ്റെ നിറമുള്ള തൻ്റെ നെഞ്ചിലേക്ക് കരിക്കട്ടയുടെ നിറമുള്ള ബിലാലിൻ്റെ മുഖം ചേർത്ത് പിടിച്ചവനാണ് പ്രവാചകനായ തിരുനബി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതാണ് ഒരു വലിയ പാഠം. അതുകൊണ്ടാണ് കറുത്ത വർഗ്ഗക്കാർ, ഗോത്രവർഗത്തിൽപ്പെട്ട കറുത്ത വർഗ്ഗക്കാരൊക്കെ വ്യാപകമായിട്ട് ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം. വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. ഈ തായിഫിലെ വെച്ചുണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരുമായിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ചെടുക്കലുണ്ടാവും. കുറേ ഒട്ടകങ്ങൾ പിടിച്ചെടുക്കും അല്ലേ, അങ്ങനെയാണ് യുദ്ധം. അത് കഴിഞ്ഞിട്ട് യുദ്ധാനന്തരം കുറേ ചർച്ചയൊക്കെ വരും. ആ ചർച്ച വരുന്ന സമയത്ത് ഈ പിടിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അത് ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ ഓരോന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഗോത്രവർഗ്ഗക്കാർ പറഞ്ഞത്, പ്രവാചക, നിങ്ങൾ പിടിച്ചെടുത്തപ്പെട്ട നിങ്ങളെ സൈന്യം പിടിച്ചു കൊണ്ടുപോയ അടിമകളെ ഞങ്ങൾക്ക് മടക്കി തരണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് മാത്രം സാധ്യമല്ല. ഒട്ടകങ്ങൾ മടക്കിത്തരാം, ഒക്കെ വേണമെങ്കിൽ മടക്കിത്തരാം, പക്ഷേ ഈ എൻ്റെ സൈന്യം പിടിച്ചു കൊണ്ടുപോയ അടിമകളെ മടക്കിത്തരൽ അസാധ്യമാണ്. കാരണം അവരിപ്പോൾ അടിമകളല്ല, അവർ മോചിപ്പിക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.